രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രതികരണത്തിലേക്കാണ് ഇനി. താൻ മുഖ്യമന്ത്രിയാകണമെന്ന് ജനങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ തനിക്ക് സ്ഥാനമാനങ്ങൾ തടസ്സമല്ല എന്നും ചെന്നിത്തല ഹരിപ്പാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അദ്ദേഹം തുടക്കം കുറിക്കുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാട് നിന്ന് മത്സരിക്കുന്ന സ്വന്തം തട്ടകത്തിൽ എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും ഉലയില്ല എന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ഉറപ്പുള്ള ഹരിപ്പാട് ഇപ്പോൾ പ്രചരണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. വലിയ ജനപങ്കാളിത്തത്തോടെയുള്ള റോഡ് ഷോ നടക്കുകയാണ്. അപ്പോഴും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായിട്ടില്ല. ഇപ്പോൾ 50 മണിക്കൂർ പിന്നിടുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പക്ഷേ 50 മണിക്കൂർ പിന്നിട്ടല്ലോ, സ്ഥാനാർത്ഥി പട്ടിക ഒന്നും പൂർണ്ണമായില്ല. അത് കാരണം ഞങ്ങളൊരു പ്രാദേശിക പാർട്ടിയല്ല, ഞങ്ങൾ ദേശീയ പാർട്ടിയാണ്. ഞങ്ങൾക്ക് ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടാൻ കഴിയുള്ളൂ. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോഴേ ഹരിപ്പാടിലെ ജനങ്ങൾ തങ്ങളെ ഒരിക്കലും കൈവിട്ടിട്ടില്ല. ഇപ്രാവശ്യം അവർ തങ്ങളെ പിന്നിലുണ്ടാകുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് പുറത്തിറങ്ങുന്നത്. അപ്പൊ എന്താണ് ഈ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദാനം? 100% ഞാൻ അവരോടൊപ്പമാണ്. കാരണം തലമുറകളായി അവരെന്നെ സ്നേഹിച്ചിട്ടുള്ളവരാണ്, എന്നെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ്. ഞാനും അതുപോലെയാണ്. ഹരിപ്പാട് എന്റെ ഹൃദയത്തിലാണ്. ഞാൻ എന്നും അവരോടൊപ്പം ഉണ്ടാകും. അല്ല, ഈ ജനങ്ങളോട് സംസാരിക്കുമ്പോഴേ UDF അധികാരത്തിലെത്തിയ രമേശ് ജി മുഖ്യമന്ത്രിയെ കാണുന്ന അവർക്കൊരു ആഗ്രഹമുണ്ടല്ലോ, നടക്കുമോ? അതവർക്ക് ആഗ്രഹമുണ്ടെന്നുള്ളത് ശരിയാണ്. അത് പക്ഷെ നമ്മുടെ പാർട്ടിയല്ലേ ഇതൊക്കെ തീരുമാനിക്കേണ്ടത്, ഞാനല്ലല്ലോ ഇത് പറയേണ്ടത്. താങ്കൾക്കൊപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ വന്നവരെല്ലാം മുഖ്യമന്ത്രി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലരൊക്കെ കേന്ദ്ര മന്ത്രിസഭയിൽ വലിയ സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ താങ്കൾക്ക് ഇപ്പോഴും അങ്ങനെ ഒരു പദവിയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. വിഷമില്ലേ ഇത്? പാർട്ടിക്ക് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പദവികൾ വരും, വരാതിരിക്കും. അതൊന്നും നമ്മളൊരു വിഷയമാക്കണ്ട. നമ്മൾ എന്തിനാണ് ജനങ്ങൾക്ക് വേണ്ടിയല്ലേ പ്രവർത്തിക്കുന്നത്. ശരിയാണ്. എന്നോടൊപ്പം പ്രവർത്തിച്ച പല ആളുകളും മമതാ ബാനർജി, അതോടൊപ്പം തന്നെ അശോക് ചവാൻ, കിരൺകുമാർ റെഡ്ഡി, ഭൂപേഷ് ബഗേൽ ഉൾപ്പെടെയുള്ള DK ശിവകുമാർ ഒക്കെ എന്നോടൊപ്പം പ്രവർത്തിക്കുക. ഞാൻ കൊണ്ടുവന്ന നിരവധി നേതാക്കന്മാരുണ്ട്. അവർ MLA മാര്, MP മാര്, കേന്ദ്രമന്ത്രിമാര് ഒക്കെ, മുഖ്യമന്ത്രിമാര് ഒക്കെ ആയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് സന്തോഷമുള്ളൂ. അവരുടെ വളർച്ച കാണുമ്പോൾ ഞാൻ സന്തോഷിക്കുകയാണ്. അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. അതാണ്. രമേശ്, അതെ, നമ്മുടെ ഈ K സുധാകരൻ ഇപ്പോഴും പാർട്ടിക്ക് വഴങ്ങാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം BJP പോകുന്നൊക്കെ ഉള്ള ഒരു അനുമാനങ്ങൾ പലയിടത്തും വരുന്നുണ്ട്. ഒരിക്കലും അദ്ദേഹം BJP പോയില്ല. അദ്ദേഹം കോൺഗ്രസിനോടൊപ്പമാണ്. അദ്ദേഹത്തിന് ആയിട്ട് ഞാൻ ഇന്നലെ വളരെ ദീർഘമായി സംസാരിച്ചു. ഭയങ്കര വെയിലല്ലേ, ഈ കനലിൽ കുരുത്തത് വെയിലത്ത് വാടുവോ? ഈ വെയിൽ ശരിയാ. മേടമാസത്തിലെ വെയിലെന്ന് പറഞ്ഞ ചെറിയ വെയിലല്ല. അത് എല്ലാ തവണത്തെ ഇലക്ഷൻ ഇങ്ങനെയാണ്, ഈ സമയത്താണ്. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കില്ല. അതായത് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ഈ വെയിൽ ഒരു വിഷയമേ അല്ല, അതിലും വലിയ രാഷ്ട്രീയ ചൂടാണ് ഉള്ളിൽ എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അപ്പോഴും ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഈ പൂർണ്ണമായൊരു സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അദ്ദേഹം. ക്യാമറമാൻ ദീപക് ജേക്കബിനൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, ആലപ്പുഴ.